ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഉയർന്നതോടെ രൂപയുടെ വില ഇടിയുന്നു. പൗണ്ടിനെതിരെ 108.91 രൂപയും ഡോളറിനെതിരെ 83.87 രൂപയും യൂറോയ്ക്കെതിരെ 92.91 ഇന്ത്യൻ രൂപയുമാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനവാണ് രൂപയുടെ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ക്രൂഡ് പെട്രോളിയവും സ്വർണവും വലിയ തോതിൽ ഡോളറിനെ ആശ്രയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതും രൂപയെ പുറകിലോട്ട് വലിക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യം, ഇസ്രായേൽ ഇറാൻ യുദ്ധഭീഷണി തുടങ്ങിയ കാരണങ്ങളാൽ നാണയ വിപണിയിൽ അപ്രതീക്ഷിത വീഴ്ചകൾ പ്രതീക്ഷിക്കാം. നിലവിലെ ആഗോള സാഹചര്യങ്ങൾ തുടരുന്നതിനാൽ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയാനാണ് സാധ്യത. ഈ വാർത്തകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പുതിയ UK ന്യൂസ് അപ്ഡേറ്റ്സിനായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഏപ്രിലിൽ നാഷണൽ മിനിമം വേജസ് വർദ്ധിപ്പിച്ചതിന് ശേഷം UKയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളും അവരുടെ എംപ്ലോയീസിന്റെ പേയ്മെന്റ് വർദ്ധിപ്പിച്ചു. പെർ അവർ വേതനത്തിന്റെ കാര്യത്തിൽ UKയിലെ പ്രധാന സൂപ്പർ മാർക്കറ്റുകളുടെ പട്ടികയിൽ ജർമ്മൻ ഡിസ്കൗണ്ട് ബ്രാൻഡുകളായ ആൾഡിയും ലിഡിലുമാണ് ഒന്നാം സ്ഥാനത്ത്. ലിഡിലും അസ്തയും 12.40 പൗണ്ട് കൊടുക്കുമ്പോൾ മോറിസൺസ് ബേസിക് പേ ആയ 11.44 പൗണ്ടാണ് കൊടുക്കുന്നത്. UKയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റായ പോർട്ട് ആൽബർട്ടിലെ ടാറ്റ സ്റ്റീൽ പ്ലാന്റിൽ നിന്നും പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് കെയർ സ്റ്റാമർ. വെയിൽസിലെ പോർട്ട് ആൽബർട്ടിലെ ടാറ്റ സ്റ്റീൽ പ്ലാന്റിൽ നിന്നും ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ സംരക്ഷിക്കാൻ തന്റെ ലേബർ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും തൊഴിലാളികൾക്ക് തെറ്റായ പ്രതീക്ഷ നൽകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ടാറ്റ സ്റ്റീൽ പിരിച്ചുവിടൽ മൂലം നാശനഷ്ടം സംഭവിച്ച ബിസിനസ്സുകളെ സഹായിക്കാൻ കഴിഞ്ഞ ആഴ്ച സർക്കാർ 13.5 മില്യൺ പൗണ്ട് പ്രഖ്യാപിച്ചിരുന്നു. ടാറ്റ സ്റ്റീലിനെ അവരുടെ പ്രധാന ഉപഭോക്താവായി ആശ്രയിക്കുന്ന ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്നതിനാണ് പാക്കേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേസമയം ജോലിയൊഴിവുകളുള്ള മേഖലകളിലെ പരിശീലനത്തിനും യോഗ്യതകൾക്കും പ്രവേശനം നൽകിക്കൊണ്ട് പിരിച്ചുവിടൽ നേരിടുന്ന തൊഴിലാളികളെ സഹായിക്കാനും പണം ഉപയോഗിക്കും. ഈ വർഷം ആദ്യം ബ്ലാസ്റ്റ് ഫർണസ് ചൂളകൾ അടച്ച് അവയ്ക്ക് പകരം ഇലക്ട്രിക് ആർക്ക് ഫർണസുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് ടാറ്റ സ്റ്റീൽ സ്ഥിരീകരിച്ചു. ഈ നീക്കം കാർബൺ എമിഷൻ 85% കുറയ്ക്കുമെന്നും UKയുടെ മൊത്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദനം 1.5% കുറയ്ക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോർട്ട് ആൽബർട്ട് സൈറ്റാണ് UKയിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത്. ലണ്ടൻ സിറ്റി എയർപോർട്ടിൽ യാത്രക്കാരുടെ എണ്ണം 65 ലക്ഷത്തിൽ നിന്ന് 90 ലക്ഷമായി ഉയർത്താൻ സർക്കാർ അനുമതി നൽകിയ അതേ സമയത്താണ് സർ കെയർ സ്റ്റാർമറിന്റെ സൗത്ത് വെയിൽസ് സന്ദർശനം. വായുവിന്റെ ഗുണനിലവാര ദേശീയ നയത്തിന്റെ കാര്യത്തിൽ വൈരുദ്ധ്യമില്ലെന്ന് ലേബർ പാർട്ടി പറഞ്ഞു. പാരിസ്ഥിതിക ബാധ്യതകൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ UKയിലെ വ്യോമയാന മേഖലയുടെ ദീർഘകാല ഭാവി സുരക്ഷിതമാക്കാൻ ലേബർ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധരാണെന്നും സ്വതന്ത്ര ഇൻസ്പെക്ടർമാരുടെ ശുപാർശയ്ക്കനുസൃതമായി ലണ്ടൻ സിറ്റി എയർപോർട്ട് സമർപ്പിച്ച പ്ലാനിംഗ് അപ്പീലിന് മന്ത്രിസഭ സംയുക്തമായി അംഗീകാരം നൽകി. ഈ അംഗീകാരത്തിനെതിരെ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സ്കോട്ട്ലൻഡിൽ മയക്കുമരുന്ന് ദുരുപയോഗം മൂലം മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. നാഷണൽ റെക്കോർഡ്സ് ഓഫ് സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം 2023 മയക്കുമരുന്ന് ദുരുപയോഗം മൂലം മൊത്തത്തിൽ 1172 മരണങ്ങൾ ഉണ്ടായതായി കാണിക്കുന്നു. മുൻ വർഷത്തേക്കാൾ 12% വർധനവ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും കൂടിയ മരണനിരക്കാണ് സ്കോട്ട്ലൻഡിലേത്. ഇറ്റലിയിലെ സിസിലിയിലുണ്ടായ ചുഴലിക്കാറ്റിൽ യാച്ച് മുങ്ങിയതിനെ തുടർന്ന് കാണാതായ ബ്രിട്ടീഷ് ടെക് വ്യവസായിക്കും ബാങ്ക് മേധാവിക്കും വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. ഭാര്യയെ രക്ഷപ്പെടുത്തിയെങ്കിലും ബ്രിട്ടീഷ് ബിൽഗേറ്റ്സ് എന്നറിയപ്പെടുന്ന മൈക്ക് ലിഞ്ചിനെയും 18 വയസ്സുകാരി മകൾ ഹന്നയെയും കാണാതായി. മോർഗൻ സ്റ്റാൻലി ഇന്റർനാഷണലിന്റെ ചെയർമാൻ ജൊനാഥൻ ബ്ലൂമർ, അദ്ദേഹത്തിന്റെ ഭാര്യ ജൂഡി, പ്രമുഖ കമ്പനിയായ ക്ലിഫോർഡ് ചാൻസിലെ അഭിഭാഷകനായ ക്രിസ് മോർവിലോ, ഭാര്യ എന്നിവരും കാണാതായവരിൽ ഉൾപ്പെടുന്നു. ഇറ്റാലിയൻ പത്രമായ ലാ റിപ്പബ്ലിക്ക പ്രകാരം കപ്പലിലെ കനേഡിയൻ ഷെഫ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാണാതായ യാത്രക്കാരിൽ 4 ബ്രിട്ടീഷുകാരും 2 പേർ അമേരിക്കക്കാരുമാണ്. ലിഞ്ചും കാണാതായ മറ്റ്5 പേരും മുങ്ങിയ ബോട്ടിനുള്ളിലുണ്ടെന്ന് വിശ്വസിക്കുന്നതായി ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡ് പറഞ്ഞു. ഭാര്യയുടെ വേർപാട് താങ്ങാനാകാതെ ഭർത്താവ് ജീവനൊടുക്കി. കാലിന്റെ സർജറിക്ക് വേണ്ടി നാട്ടിൽ പോയി തിരിച്ചെത്തിയ ഉടനെ UKയിൽ കുഴഞ്ഞു വീണ് മരിച്ച മലയാളി നഴ്സിന്റെ ഭർത്താവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വോർസെറ്റ്ഷെയറിലെ റെഡിച്ചിൽ ഞായറാഴ്ച രാവിലെ 11 കുഴഞ്ഞു വീണ് മരിച്ച സോണിയ സാറ അയ്യപ്പിന്റെ ഭർത്താവ് കോട്ടയം പനച്ചിക്കാട് ചോഴിയേക്കാട് വലിയപറമ്പിൽ വീട്ടിൽ അനിൽ ചെറിയാനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അലക്സാണ്ട്ര NHS ആശുപത്രിയിലെ നഴ്സായിരുന്ന സോണിയ കാലിന്റെ സർജറി സംബന്ധമായി 10 ദിവസം മുൻപാണ് നാട്ടിൽ പോയിരുന്നത്. സർജറിക്ക് ശേഷം UKയിലേക്ക് ഞായറാഴ്ച രാവിലെ 10:30 എത്തിയത്. തുടർന്ന് 1 മണിക്കൂറിന് ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് മാനസികമായി തകർന്നിരുന്ന ഭർത്താവ് അനിലിനെ ആശ്വസിപ്പിക്കാൻ റെഡിച്ചിലെ മലയാളി സമൂഹം ഏറെ പ്രയാസപ്പെട്ടിരുന്നു. 2.5 വർഷം മുൻപാണ് സോണിയയും കുടുംബവും UKയിലെത്തിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് ഇവരുടെ താമസ സ്ഥലത്തിനടുത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് അനിലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെയോടെ മക്കൾ ഇരുവരും ഉറങ്ങവേ വീടിന് പുറത്തുപോയ ശേഷമാകാം അനിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം.
താൻ ഭാര്യ സോണിയയുടെ അടുത്തേക്ക് പോവുകയാണെന്നും മക്കളെ നോക്കണമെന്നും വ്യക്തമാക്കിയുള്ള സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷമായിരുന്നു അനിൽ ജീവനൊടുക്കിയത്. ഇത് കണ്ട സുഹൃത്തുക്കളും അയൽവാസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം വീടിന് പുറകുവശത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ജർമ്മനി. ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പല സുഗന്ധവ്യഞ്ജനങ്ങൾക്കും ഗുണനിലവാര പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി രാജ്യം. ന്യൂഡൽഹിയിലെ ജർമ്മൻ അധികാരികൾ നടത്തിയ പരിശോധനയിൽ നിരവധി ഉൽപ്പന്നങ്ങളിൽ ഗുണനിലവാരക്കുറവുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഇതിന്റെ ഫലമായി യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയിൽ 2 പ്രമുഖ ഇന്ത്യൻ കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ലോകമെമ്പാടും ആവശ്യപ്പെടുന്ന ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളിൽ പലതിനും ഗുണനിലവാര പ്രശ്നങ്ങളുണ്ടെന്ന് ഇന്ത്യൻ അധികാരികളുടെ പരിശോധനാ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പരിശോധിച്ച സാമ്പിളുകളിൽ 8ൽ 1 ഗുണനിലവാരവും സുരക്ഷാ പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഉയർന്ന തോതിലുള്ള കീടനാശിനികൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോങ്കോങ് ചില ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ബ്രിട്ടൻ, USA, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നടത്തിയ പരിശോധനയിലും സമാനമായ കണ്ടെത്തലുകളാണ് ഉണ്ടായത്. 4000-ലധികം സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 474 എണ്ണത്തിൽ ഗുണനിലവാരക്കുറവും സുരക്ഷാ പ്രശ്നങ്ങളും കണ്ടെത്തിയിരുന്നു. ഈ കമ്പനികൾക്കെതിരെ അധികൃതർ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അടുക്കളകളിലെ പ്രമുഖ സുഗന്ധവ്യഞ്ജന നിർമ്മാതാക്കളായ MDH, എവറസ്റ്റ് എന്നിവ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹോങ്കോങ്, യൂറോപ്പ് എന്നിവിടങ്ങളിലെ അധികാരികൾ ഇത് നിഷേധിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഈ ബ്രാൻഡുകൾ ലോകമെമ്പാടും വിൽക്കപ്പെടുന്നു. സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ വരുമാനം നേടുന്നുണ്ട്. എന്നാൽ ഗുണനിലവാര പ്രശ്നങ്ങൾ കാരണം ഈ വരുമാനം ഇപ്പോൾ ഭീഷണിയിലാണ്. സമീക്ഷ വടംവലി മത്സരം സെപ്റ്റംബർ 7 മാഞ്ചസ്റ്ററിൽ. പങ്കെടുക്കുന്നത് 20ഓളം ടീമുകൾ. വമ്പൻ സമ്മാനങ്ങളും ലാഭവിഹിതം വയനാടി നൽകും. സമീക്ഷ UK സംഘടിപ്പിക്കുന്ന 2ാമത് വടംവലി ടൂർണമെന്റ് അടുത്ത മാസം 7 മാഞ്ചസ്റ്ററിൽ നടക്കും. വിത്തിൻഷോ പാർക്ക് അത്ലറ്റിക് സെന്ററാണ് മത്സരവേദി. സമീക്ഷയ്ക്കൊപ്പം വയനാടിനായി വടംവലിക്കാം എന്നതാണ് ഇത്തവണത്തെ ആപ്തവാക്യം. മത്സരത്തിന്റെ ലാഭവിഹിതം വയനാടിനായി മാറ്റിവെക്കാനാണ് സംഘാടകരുടെ തീരുമാനം. ആശ്രയമറ്റൊരു കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനായുള്ള ധനസമാഹരണത്തിലേക്ക് ഈ തുക നീക്കിവെക്കും. UKയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 20 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. വിജയികൾക്ക് 1501 പൗണ്ടാണ് സമ്മാനത്തുക. 751 പൗണ്ടാണ് 2ാം സ്ഥാനക്കാരെ കാത്തിരിക്കുന്നത്. 3-4 സ്ഥാനക്കാർക്ക് 501 പൗണ്ടും 251 പൗണ്ടും നൽകും. 5 മുതൽ 8ാം സ്ഥാനം വരെയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനമായി 101 പൗണ്ടാണ് സമ്മാനം. ഫെയർ പ്ലേ അവാർഡ് 101 പൗണ്ടും മികച്ച വടംവലിക്കാരന് 51 പൗണ്ടും നൽകും. മത്സരത്തിനായി ലോക നിലവാരത്തിലുള്ള കോർട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് അടുത്ത വർഷം മുതൽ €7 വിസ വീവർ ചാർജ് ഈടാക്കും. US ESTA സമാനമായ അധിക നിരക്ക് EU കൊണ്ടുവരുന്ന പുതിയ അതിർത്തി പരിശോധനകളുടെയും പ്രവേശന ആവശ്യകതകളുടെയും ഭാഗമായാണ്. 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ഐസ്ലൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നീ ഷെങ്കൻ ഏരിയയിലേക്കും പ്രവേശിക്കുമ്പോൾ ഈ ഫീസ് ഈടാക്കും. ഏറ്റവും പുതിയ UK, US, യൂറോപ്യൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.